ശരിക്കും ഇപ്പം മലയാളികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ അതായത് അയോധ്യയിൽ ഇപ്പം മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടെ പോകാം, ഇല്ലെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകാം, ഇല്ലെങ്കിൽ ലക്നൗവിൽ ഇറങ്ങിയിട്ട് പോകാം. 3 വഴികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നെങ്കിൽ അയോധ്യയിലേക്ക് തന്നെ ഉള്ളൊരു ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാം, ലക്നൗവിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാം. ലക്നൗവിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയാൽ 135-140 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടെത്തും. നല്ല വഴിയാണ്, 2 മണിക്കൂർ കൊണ്ടെത്തും. പോണ വഴി 25 കിലോമീറ്റർ ഇപ്പുറത്ത് ധന്യപൂർ പള്ളിയുണ്ട്. പോണ വഴി 1-2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അതെല്ലാം കൂടി കണ്ട് നമുക്ക് പോകാം. നമ്മുടെ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പോകേണ്ട 2-3 സ്ഥലങ്ങൾ, ഒന്ന് ലതാ ചൗക്ക് അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിൻ്റെ പേരുള്ള വലിയൊരു ചൗക്കുണ്ട്. അതായത് അവിടെ വലിയ വീണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 24 മണിക്കൂർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മനോഹരമായി ഇപ്പോൾ അതിൻ്റെ ഫുള്ളി ഫങ്ഷണലായി വരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 2 സരയു, ആ സരയൂ തീരത്താണ് ശ്രീരാമൻ ജലസമാധി ആകുന്നത് സരയൂവിലാണ്. അപ്പോൾ ആ സരയൂ തീരമുണ്ട്. 3 ഹനുമാൻ ഗറി, അത് ആചാരപരമായി തന്നെ ഹനുമാനോട് അനുവാദം ചോദിച്ചിട്ടേ ശ്രീരാമനെ പോയി കാണാൻ പറ്റൂ എന്നാണ് സങ്കല്പം. ഹനുമാനോട് അനുവാദം ചോദിക്കുക. പിന്നീട് അവിടെ ബിർള മന്ദിരമുണ്ട്, കുറച്ച് വേറെ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു ക്ഷേത്ര നഗരി പോലെയാണ്. 6-7 കിലോമീറ്ററിൽ സമാധി സ്ഥൽ, ഗുംനാമി ബാബയുടെ സമാധി സ്ഥലമുണ്ട്. അതൊരു ആർമി കന്റോൺമെൻറ്റ് അകത്തൂടെ പോകണം. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇത് കാണിക്കില്ല, ആർമി കന്റോൺമെൻറ്റ് ആയതുകൊണ്ട്. പക്ഷേ അവിടെ ചോദിച്ചു പോകാനൊരു പക്ഷേ നമുക്ക് കഴിയും, അവിടെ പോകണം. അങ്ങനെ പിന്നെ അയോധ്യയിൽ എന്താ വേറെ ഇപ്പോൾ ഹോട്ടലുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി കുറച്ച് വർഷങ്ങളിലെടുക്കും അതൊന്ന് വരാനായിട്ട്. അപ്പോൾ ഒരു നല്ല യാത്ര, നല്ലൊരു സ്പിരിച്വൽ യാത്ര നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരവസരമാണ്. ആ ആത്മീയത, മതസൗഹാർദ്ദത്തിൻ്റെ, ബഹുസ്വരതയുടെ, ദേശീയതയുടെ, മാനവികതയുടെ കൂടുതൽ ആഘോഷമാകുകയും ഒരുമിച്ച് പോകാനും നമുക്ക് കഴിയട്ടെ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഭയങ്കരമായിട്ട് അതിനകത്തുണ്ട്. അത് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയും മറ്റുമുണ്ട്. ഇനിയും കുറേ കൂടെ വികസനവും പണിയും അതിനുള്ളിൽ നടക്കാനും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് ബേസിക്കലി ഗർഭഗൃഹം അടക്കമുള്ള കാര്യങ്ങളാണ്, സാങ്ക്ടം സാങ്ക്ടോർ അടക്കമുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാണാനും അതിൻ്റെ മേളിലത്തെ ഒരുപാട് കൊത്തുപണികളും ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ സ്വാമി നാരായണ ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല, BAPSൻ്റെ ക്ഷേത്രങ്ങൾ അതിൻ്റെയൊക്കെ ഒരു മാതൃകയെന്നും കൂടി ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ അമ്പലങ്ങൾക്ക് ഇങ്ങനൊരു മാതൃകയല്ല പ്രധാനമായിട്ട്. അതായത് നമ്മുടെ അമ്പലങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ അമ്പലം കുറച്ചുകൂടെ ആദിമ രൂപമുള്ള ത്രികോണ മാതൃകയിലുള്ള സിമ്പിളായിട്ടുള്ള ടെമ്പിൾസാണ്. പടിയിൽ നിന്നാൽ മേൽക്കൂര തൊടാൻ കഴിയണം. നമ്മുടെ അങ്ങനെയല്ല, അവിടുത്തെ അമ്പലങ്ങൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു ഗ്രാൻഡായ പാലസ് ടൈപ്പൊക്കെയാണ്. അതായത് അവിടെ ഈ രാജാദേവതാ സങ്കല്പങ്ങളുണ്ട്, കിങ് ഗോഡ് സങ്കല്പങ്ങൾ, ഗോഡ് കിങ് സങ്കല്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊരു കൊട്ടാരം വേണം എന്നൊക്കെയുള്ളൊരു സങ്കല്പമാണ്. നമ്മൾ അയ്യപ്പന് കൊട്ടാരം എന്ന് പറയാറൊന്നുമില്ല, ശബരിമല കുടിമുറിയുടെ അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, അവിടുത്തെ സങ്കല്പം കുറച്ചുകൂടെ ഒരു വ്യത്യാസമാണ്. അപ്പം ആർക്കിടെക്ചറൽ ബ്യൂട്ടി കാണാനും പ്രത്യേകിച്ച് കൊത്തുപണികൾ കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാം കൂടി കാണാൻ കഴിയുന്ന, പിന്നെ പുഷ്പവൃഷ്ടി, നേരത്തെ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിലടക്കം പുഷ്പവൃഷ്ടി അടക്കം ഉണ്ടായിരുന്നു. ആ രീതിയിൽ വളരെ നന്നായി തന്നെ അത് പോയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പ്രധാന നഗരമായി ഇനി അയോധ്യ മാറട്ടെ എന്നൊക്കെ പറയാം. എൻ്റെ പ്രാർത്ഥനയും അതാണ്. ലോകതലത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ മെക്ക പോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ വത്തിക്കാൻ പോലെ നമ്മുടെ ഭാരതം ലോകത്തിന് മുമ്പിൽ വെക്കാൻ കഴിയുന്ന, ഇപ്പം നമ്മുടെ തിരുപ്പതി പോലെ, ശബരിമല പോലെ, ഗുരുവായൂർ പോലെ, അല്ലെങ്കിൽ വൈഷ്ണോദേവി പോലെ, ആസാമിലെ കാമാഖ്യ പോലെ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പോലെ മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമാകട്ടെ. വർഷം ഒരു 50 ലക്ഷം, 25-50 ലക്ഷം ആൾക്കാർ വന്നാൽ ഒരാൾ 2000 രൂപ വെച്ച് ഏകദേശം 10,000 കോടി രൂപയായിരിക്കും ഏകദേശം ചിലവാക്കുക. നമ്മുടെ സ്പിരിച്വാലിറ്റി കാരണം നമ്മുടെ എക്കോണമി, സമ്പദ്ഘടനയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അത് ആർക്ക് പോകുന്നു? നമ്മൾ പോകുന്ന ഡീസൽ അടിക്കാൻ പോകുന്നു, അവിടുത്തെ സാധാരണ ആഹാരം കഴിക്കുന്നവർക്ക് പോകുന്നു, അവിടുത്തെ ഓലയും ഊബർ ഓടിക്കുന്നവർക്ക് പോകുന്നു, അവിടുത്തെ ഡ്രൈവേഴ്സിന് പോകുന്നു, അവിടുത്തെ ഗൈഡ്സിന് പോകുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടും. നമ്മുടെ ആത്മീയത കാരണം നമുക്ക് ദൈവത്തിന് അനുഗ്രഹം മാത്രമല്ല, സമൂഹത്തിന്, സമ്പദ്ഘടനയ്ക്ക്, നാടിന് ഗുണമുണ്ടാകും. ഇനിയും ഒരു വിദ്വേഷമില്ലാതെ, നെഗറ്റിവിറ്റി ഇല്ലാതെ, പോസിറ്റീവായി ഈ സ്ഥലങ്ങളുടെ എല്ലാം വികസനത്തിനും നന്മയ്ക്കും ആത്മീയതയ്ക്കും വേണ്ടി അത് മാറ്റാൻ കഴിയട്ടെ. ഭക്തിയും യുക്തിയും സമൂഹത്തിൻ്റെ നന്മയും സാമൂഹ്യക്ഷേമവും ഒരുമിച്ച് ചേരുന്ന ഒരു രാമരാജ്യം, അത് ഖലീഫയുടെ സ്വപ്നരാജ്യവും യേശുക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യവും അല്ലെങ്കിൽ ദൈവരാജ്യവുമായി മാറുന്ന, ഒരുമിച്ച് പോകാൻ കഴിയുന്ന, നമ്മൾ 100 വിഷയങ്ങളിൽ തർക്കിക്കും. ഞാനൊരു വലതുപക്ഷം അല്ലെങ്കിൽ സെൻറ്റർ റൈറ്റ് ആയ വ്യക്തിയാണ്, ഇടതുപക്ഷക്കാരോട് തർക്കിക്കും, നാളെ വേറൊരാളോട് തർക്കിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാവും. പക്ഷേ നമ്മുടെ അടികളും യുദ്ധങ്ങളും ഈ സീ ന്യൂസിൻ്റെ ചാനലുകൾ
ചുവരുകളിൽ ഒതുങ്ങി നിൽക്കട്ടെ. അതിനപ്പുറം ഒരു വിദ്വേഷം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും തർക്കിക്കുക, അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലായിരിക്കാൻ കഴിയില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം ചാനൽ മുറികളിലേക്കും ക്യാമറകളിലേക്കും മാറ്റി അമ്പലങ്ങളിലും പള്ളികളിലേക്കും മാറ്റാതെ ഇവയെല്ലാം ഒരുമിച്ച് ഈ രാജ്യത്തിൻ്റെ ഐക്യവും ഒരുമയും ചേരണം. കാര്യം ലോകത്ത് ഇന്ത്യ പോലും രാജ്യമില്ല. ഞാൻ ഒരു 10-12 രാജ്യങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇന്ത്യ പോലെ മനോഹരമായ രാജ്യം നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയില്ല. അതായത് ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സംസ്കാരങ്ങൾ, ഇത്രയധികം ഭക്ഷണ രീതികൾ, ഇത്രയധികം വസ്ത്രധാരണ രീതികൾ, ഇത്രയധികം വ്യത്യസ്തത. ഈ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ത്യ വിശ്വഗുരുവാകുന്നത്. ഇപ്പോൾ ഇന്നലെയും പറഞ്ഞു, രാമക്ഷേത്രത്തിൻ്റെ പ്രസംഗം കേട്ട് കാണും, ഭാരതത്തെ വിശ്വഗുരുവാക്കണമെന്നാണ് പറയുന്നത്. ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നത് മഹാത്മാഗാന്ധിയാണ്, സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ബേലൂർ മഠം, അതും കേൾക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് സെലിബ്രേഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ബേലൂർ മഠമാണ്. അവിടെ ക്രിസ്മസ് ഈവിന് ഹിന്ദു സന്യാസിമാർ, കാവിധാരികളായ ഹിന്ദു സന്യാസിമാർ വലിയ ആരതി എടുത്ത് മദർ മേരിയെയും യേശുക്രിസ്തുവിനെ ഒഴിയുന്ന ചിത്രങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പക്ഷേ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന കിട്ടും. ഈ ഒരുമയും ഐക്യവുമാണ് നമ്മുടെ, ഈ ബഹുസ്വരതയാണ്, പ്ലൂറലിസമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നന്മ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഈശ്വരല്ലാ തേരോ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ഈശ്വരനും അള്ളാഹുവും അല്ലെങ്കിൽ കർത്താവും എല്ലാം നിൻ്റെ പേരാണ്. നമുക്ക് നന്മ നൽകുന്ന രീതിയിൽ ഇത് മാറട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.